മിറാനയുടെ ഡസ്റ്റർ എന്ന് പറഞ്ഞ മോഡൽ ഒരു ആർ സി കാറാണ്. 4x4 ആണ് ഈ ഒരു ആർ സി വരുന്നത്. ഇതിന് സ്മോക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു മോഡലാണ് ഈ ഒരു ആർ സി കാറിന്റെ റിമോട്ട് വരുന്നത് കേട്ടോ. ഈ ഒരു ആർ സിയുടെ കംപ്ലൈന്റ് കസ്റ്റമർ പറയുന്നത് വണ്ടി ഫുൾ ചാർജ് ചെയ്തിട്ടും വണ്ടി ഓൺ ആകുന്നില്ല. അതാണ് ഈ ഒരു ആർ സിയുടെ കംപ്ലൈന്റ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ആർ സി ഒന്ന് അഴിച്ചു നോക്കാം. ബാറ്ററി കംപ്ലൈന്റ് ആയതാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കംപ്ലൈന്റ് ആണോ എന്ന്. ഇതാണ് ഈ ഒരു ആർ സിയുടെ ഉൾഭാഗം വരുന്നത്. ഈ ഒരു മോഡലാണ് ഇതിന്റെ ബാറ്ററി വരുന്നത്. ഇത് ഇത്തിരി വലിയ സൈസ് ഉണ്ടാവും. ഇതിന്റെ മോഡൽ നമ്പർ 18650 ഈ ഒരു ബാറ്ററിയുടെ മോഡൽ നമ്പർ വരുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഈ ബാറ്ററി ഒന്ന് അടിച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഈ ബാറ്ററി ഒന്ന് മൾട്ടി ചാർജ് ചെയ്ത് നോക്കട്ടെ. ഏതായാലും നമ്മളിപ്പോൾ ഈ ബാറ്ററി ഒന്ന് ഇത്തിരി പവർ കൂട്ടി ഒന്ന് ചാർജ് ചെയ്ത് ഇപ്പോൾ നമ്മൾ വണ്ടി ഓൺ ചെയ്തപ്പോൾ വണ്ടി ഓൺ ആകുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചേരം ഒന്ന് ചാർജൊക്കെ ഇടണം, എന്നാലേ വണ്ടി റണ്ണിങ് ആണോ എന്ന് നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിന്റെ കവറൊക്കെ സെറ്റ് ചെയ്തിട്ട് കുറച്ചേരം ഒന്ന് ചാർജൊക്കെ ഇട്ടിട്ടൊന്ന് ഓടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഈ ഒരു ആർ സി കാറിന് വേറൊരു കംപ്ലൈന്റ് കൂടി ഉണ്ട്. നമ്മൾ റൈറ്റ് ഇരിക്കുമ്പോൾ ലെഫ്റ്റും ലെഫ്റ്റ് ഇരിക്കുമ്പോൾ റൈറ്റും അങ്ങനെയാണ് ഇതിന്റെ സ്റ്റിയറിംഗ് സൈഡ് വർക്ക് ചെയ്യണത്. അപ്പോൾ ആ ഒരു കംപ്ലൈന്റ് നമ്മളോട് കസ്റ്റമർ പറഞ്ഞിട്ടില്ല, പക്ഷെ നമ്മൾ അത് തീർത്തു കൊടുക്കണമല്ല. അതാണ് അതിന്റെ ഒരു ശരിയായ ഒരു രീതി. അപ്പം നമ്മൾ ആ ഒരു കംപ്ലൈന്റ് കൂടി തീർക്കണേ ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ആ ലെഫ്റ്റ് റൈറ്റിന്റെ കംപ്ലൈന്റ് കൂടി നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ റൈറ്റ് തിരിച്ച കറക്റ്റ് റൈറ്റും അതേപോലെ തന്നെ ലെഫ്റ്റ് തിരിച്ച കറക്റ്റ് ലെഫ്റ്റും ആയിട്ടാണ് വർക്ക് ചെയ്യണേണ്ട. നമ്മളിപ്പോൾ വണ്ടി ഒരു 10 മിനിറ്റ് ചാർജ് ആക്കി ഇട്ടത് വേണ്ട, എന്നിട്ടാണ് നമുക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാനായിട്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. സെല്ല് സംഭവം ഉഷാറാണ്ട, വേറെ സീനൊന്നുമില്ല സെല്ലിന്. ഇപ്പോൾ വണ്ടി അടിപൊളിയായിട്ടുണ്ടായാലും